കുഞ്ഞോനവറുകൾ സങ്കീർത്തനം വായനയിൽ നമ്മെ സഹായിക്കും. സാം 66, 66-ാം സങ്കീർത്തനം. കേൾക്കാമല്ലോ? കേൾക്കാം. 66-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയിൽ നിന്നെ നമസ്കരിച്ചു പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയാൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ, അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തെ ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എന്റെ ആദരങ്ങളാൽ ഉച്ചരിച്ചു, എന്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരവിവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ. അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എന്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അടുത്ത വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാണശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയങ്കൽ നിന്നെടുത്ത് കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയങ്കൽ നിന്നെടുത്ത് കളയാതെയും ഇരിക്കുന്ന ദൈവം എന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിൽ ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ ആരാധനയായി തിരുസന്നിധിയിൽ കൂടി വന്ന് ആമേൻ നമ്മുടെ കർത്താവിന് പാടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവിടുന്ന് നൽകപ്പെട്ടതായ ഈ സങ്കീർത്തനത്തിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കർത്താവേ, ഇതിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. കർത്താവേ, കേൾക്കുന്നത് അവിടുത്തെ ജനത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അടിയന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അനുഗ്രഹത്തിന്റെ വാക്കുകളായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയങ്കൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാതെ തന്റെ ദയങ്കൽ ആമേങ്കൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമേ. കർത്താവേ, ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവസഭയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകദുഃഖ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രികാലം ആശ്വാസം പ്രാപിപ്പാൻ സൗഖ്യമുള്ളവരായി മാറുവാൻ ദൈവം കൃപ ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ, വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാരാധനയുടെ ഭൂമിയുടെ മുഖത്ത് കഴിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് വല്ലഭനാണ്, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സർവ്വലോകത്തിൽ ഉന്നതനായ ദൈവമെന്ന് ഹല്ലേലൂയ നമുക്കൊന്നുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തന്നതിനായി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തെ ഘോഷിപ്പിക്കുന്നതായ ആഹ്വാനം നൽകുന്നതായ ഈ സങ്കീർത്തനത്തെ ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ. അതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. അവന്റെ നാമത്തിന് മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ, നമ്മുടെ ദൈവവും രാജാവുമായ കർത്താവിനെ മഹത്വം കീർത്തിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവന്റെ നാമത്തിന് സ്തുതി മഹത്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കുടുംബങ്ങളായി വ്യക്തികളായി ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലപ്പോഴും നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് അവന്റെ പ്രവൃത്തികളെ രുചിച്ചറിഞ്ഞ ദൈവമക്കളാകുന്നുവല്ലോ നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്തതായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ എത്ര വർണ്ണിച്ചാലും മതിവരാത്തവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എത്ര വലിയതാകുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ ഓർക്കുവാൻ തക്കവണ്ണം ഇന്ന് സന്ധ്യയെങ്കിൽ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. സർവഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവിൻ. ദൈവത്തിന് സ്തോത്രം. സർവഭൂമിയും ആമേൻ ആമേൻ നാം ദൈവത്തെ നമസ്കരിച്ച് പാടത്തക്കവണ്ണം അവന്റെ നാമത്തിന് കീർത്തനം പാടുവാൻ ഇന്ന് രാത്രിയെങ്കിൽ പിന്നെയും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്യങ്ങളും വായിപ്പാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ സാവകാശമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചതായ ഹല്ലേലൂയ ഒരു വേദഭാഗം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്ക് അറിയാം. ആമേൻ. ഹല്ലേലൂയ. നാം പുറപ്പാട് പുസ്തകത്തിൽ നാം നടന്നു പോകുമ്പോൾ നമുക്കറിയാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജനമായിരുന്നതായ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ ആമേൻ മനുഷ്യരെ ആമേൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ മിസ്രയീമ ജനത്തെ ആമേൻ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനത്തിന്റെ തലമേൽ കയറി ഓടുന്നത് പോലെയുള്ള അവസ്ഥയിൽ അവരെ കൊണ്ടുപോയി എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ കൃത്യത്തിൽ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ ആമേൻ ദൈവത്തിന് സ്തോത്രം പ്രസ്താവിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ ജനമേ, ആമേനെ കേൾക്കുന്നതായ ഫിലദൽഫിയയിലുള്ളതായ ദൈവജനമേ, നിങ്ങളുടെ ഇടയിൽ ആമേൻ നമ്മുടെ ദൈവമായ കർത്താവായ യഹോവയാണ്. അവൻ ഒരു അന്യദേവനല്ല, അവൻ തന്നെയാണ് ആമേൻ പ്രസ്താവിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ ദൈവമാണ്. ആമേൻ അന്യദേവന്മാരല്ല ഇസ്രായേലിനെ തന്റെ കഷ്ടതയിൽ സഹായിച്ചത്. ആമേൻ തന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചത്, മരുഭൂമിയിൽ അവരെ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ദൈവം തന്നെ, ഇന്നും എന്നും അനന്യൻ തന്നെ. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ദൈവത്തിന് സ്തോത്രം. ആമേൻ. അനന്യനായ ദൈവം, ആമേൻ ശാശ്വതവാസിയായ ദൈവം, നിത്യനായ
ദൈവം അവൻ തന്നെയാകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ദൈവത്തിന് സ്തോത്രം. ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്തവനായ നമ്മുടെ നല്ല ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായി യഹോവയാണ് ആമേൻ തന്റെ ജനത്തിന് വേണ്ടി ആമേൻ പ്രവർത്തിച്ചതെന്ന് നമുക്ക് അവിടെ തക്കവണ്ണം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സക്രിയ പ്രവചനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ കഷ്ടതയുടെ അവൻ സമുദ്രത്തൂടെ കടന്നു, സമുദ്രങ്ങളുടെ ഓളങ്ങളെ അടിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ കഷ്ടതയുടെ നടുവിലൂടെ ആമേൻ നടന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓളങ്ങൾ അവരുടെ മുകളിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യഹോവ ആമേൻ സെക്കറിയാവിലൂടെ ആലോചന പറയുകയാണ്, അവൻ ഓളങ്ങളെ അടിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ നീല നദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശൂരിന്റെ ഗർവം താഴുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീല നദിയുടെ ആമേൻ ഹല്ലേലൂയ വറ്റിച്ചു കളഞ്ഞ അനുഭവത്തെ നമുക്ക് ആമേൻ തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അശൂരിന്റെ എല്ലാവിധമായ ഗർവവും എല്ലാവിധമായ ആധിപത്യവും തകരത്തക്കവണ്ണം പ്രവർത്തിച്ചവനായ ദൈവത്തിന്റെ വലിയ കരുതൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മിസ്രയീമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോവുകയും ചെയ്യുമെന്നാണ് സെക്കറിയാവിലൂടെ ദൂതറിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം കാണുന്നത് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓളങ്ങളെ ആമേൻ അടിച്ച് ദൈവത്തിന് സ്തോത്രം ഏകദേശം ഹല്ലേലൂയ 6000 അടി ഉയരത്തിൽ ആമേൻ പൊങ്ങി നിന്നിരുന്നായ തിരമാലകളെ ആമേൻ ദൈവത്തിന് സ്തോത്രം വിഭാഗിച്ച് അടിച്ച് ആമേൻ യഹോവയുടെ വചനത്താൽ മോശയോട് ചെങ്കടലിന്റെ മേലെ ആമേൻ നിന്റെ വടി നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. അവൻ ചെങ്കടലിൽ മീതെ വടിയോങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം ഓളങ്ങൾ വിഭാഗിക്കപ്പെട്ടതായി നാം അവിടെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 26 മൈൽ ദൂരം ഹല്ലേലൂയ ആമേൻ 20 ലക്ഷത്തോളം ജനങ്ങൾ കാൽനടയായി നടന്നു പോകത്തക്കവണ്ണം ഹല്ലേലൂയ ഓളങ്ങളെ മാറ്റി ദൈവത്തിന് സ്തോത്രം തിരമാലകളെ മാറ്റി ചെങ്കടലിൽ ആമേൻ വീതി ഒരുക്കി ആമേൻ തന്റെ ജനത്തെ അക്കരെ നാട്ടിലെത്തിച്ചതായ സർവശക്തനായ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്കും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വലിയവ ചെയ്യുന്നവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ഈ മഹാമാരിയിൽ നാം എല്ലാം ചിന്തിച്ചെന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ഓളങ്ങൾ നമ്മെ മുക്കിക്കളയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ തന്റെ ജനത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ചെങ്കടലിന്റെ തീരത്ത് ഇറങ്ങി പ്രവർത്തിച്ചവനായ നല്ല കർത്താവ് ഇന്നും ഹല്ലേലൂയ ദൈവസഭയുടെ മധ്യത്തിൽ ലാഭുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. അത് കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ മുമ്പേ യോഹന്നാൻ സ്നാപകനെ ദൂതനായി അയച്ചു എന്ന് നാം കാണുന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ തനിക്ക് വേണ്ടി ഒരു ജനത്തെ വേർതിരിക്കുവാൻ തക്കവണ്ണ ഹല്ലേലൂയ അവനെ ദൈവം തന്റെ ദൂതനായി ആമേൻ യോഹന്നാൻ സ്നാപകനെ കർത്താവിന് മുന്നോടിയായി അയച്ചു എന്ന് നാം തിരുവചനത്തിൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ, ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും.
കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. ദൈവത്തിന് സ്തോത്ര. നോക്കുക, ദൈവത്തിന് സ്തോത്ര. ഇവിടെയും ദൈവം തന്റെ ദൂതനെ അയച്ച് ഇസ്രായേലിന് വേണ്ടി വഴിയൊരുക്കുന്നതും ദൈവത്തിന് സ്തോത്ര. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കനാന്യ ദേശം അവകാശമാക്കത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെബൂസ്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസ്യർ എന്നീ ഹല്ലേലൂയ കനാന്യർ എന്നിവരെ അവിടെ നിന്ന് നീക്കിക്കളയത്തക്കവണ്ണം ആമേൻ ദൈവത്തിന് സ്തോത്രം. തൻ വേർതിരിക്കപ്പെട്ട ജനത്തെ ആമേൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ രക്ഷിപ്പാനായി അവർക്ക് കൊടുക്കുന്നതായ കനാൻ ദേശത്തെ അവരെ കൊണ്ട് എത്തിപ്പാൻ വേണ്ടി അവർക്ക് മുമ്പായി ഒരു ദൂതനെ അയച്ചവനായ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ ദൈവം തന്നെയാണ് ഹല്ലേലൂയ മിശിഹായുടെ വരവിന് മുമ്പേ ദൈവത്തിന് സ്തോത്രം തനിക്ക് മുമ്പായി ഹല്ലേലൂയ ദൂതനായി യോഹന്നാൻ സ്നാപകനെ അയച്ചതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ എത്ര കഷ്ടം നിറഞ്ഞ അവസ്ഥയിലാണേലും, ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലാണേലും, എന്തുമാത്രം തിരകൾ നമുക്ക് മുമ്പേ കടന്നുപോയെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഓളങ്ങൾ തിരമാലകൾ വന്നാലും ദൈവത്തിന് സ്തോത്രം. അവയെ നിന്ന് വിടിവിപ്പാൻ തക്കവണ്ണം നമുക്ക് മുന്നിലായി ഒരു ദൂതനുണ്ട് എന്ന് സഭ ഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആര് ദൈവസന്നിധിയിൽ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കരുതിയ കർത്താവ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി നൽവഴി ഒരുക്കുന്ന കർത്താവ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 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 ഞങ്ങളെ സ്വർഗീയ കനാനിൽ എത്തിപ്പാൻ തക്കവണ്ണം സ്വർഗോന്നതം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആമേൻ നസ്രയനായ യേശു അവന്റെ കൽപ്പന പ്രകാരം ജീവിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് ഹല്ലേലൂയ അവനെ നോക്കി പാർത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി താമസമിനാ ഇതാ അവൻ രണ്ടാമതും വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്വർഗീയ കനാനിലെത്തിക്കുവാൻ തക്കവണ്ണം അവന് മുമ്പായി ആമേൻ ഹല്ലേലൂയ ദൂതനെ വഹിക്കുന്നത് പോലെ അവൻ ഇതാ വീണ്ടും മടങ്ങി വരുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവ വൈതലേ, എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ ആമേൻ ഈ ഹല്ലേലൂയ ഈ മഹാമാരിയുടെ കാലത്ത് ഇവിടെ വിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കൊരു ഉന്നത പദവിയുണ്ട്, നമുക്കൊരു ശ്രേഷ്ഠമായ അനുഗ്രഹമുണ്ട്, നമുക്കൊരു നിത്യമായ അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തക്കവണ്ണം ഹല്ലേലൂയ വഴിയൊരുക്കാൻ പോയിരിക്കുന്നവനായ നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയിരിക്കുന്ന നല്ല കർത്താവ് എത്രയും വേഗം വന്ന് തന്റെ ജനത്തെ ചേർക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ദൈവത്തിന് സ്തോത്ര. ഞങ്ങൾ തീരം വെള്ളത്തിൽ കൂടി കിടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഈ മഹാമാരിയിൽ നിന്നും, ഈ കഷ്ടതയിൽ നിന്നും, ഈ ഞെരുക്കങ്ങളിൽ നിന്നും, ഈ ഇല്ലായ്മയിൽ നിന്നും എല്ലാം ഞങ്ങളെ ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. അതിലേക്കായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയെ ഓർത്ത് എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി നന്ദിയോട് സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേൾക്കപ്പെട്ട ആലോചന നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Now we will have the English song. Our dear brother John Chaco will lead us in singing He is My Everything. Praise Lord. He is my everything, He is my all, He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? He is my everything. He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock, Jesus takes like honey in the rock. Oh, taste and see, the
that the Lord is good, for he tastes like honey in the road, like honey in the road, sweet honey in the road. Jesus takes like honey in the road. Oh, taste and see that the Lord is good. Oh, he tastes like honey in the road. നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ എന്നെക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ. Oh, taste and see that the Lord is good. Oh, he takes like honey in the road. Thank you. Thank you, Brother Jaman, for your wonderful hymn. May God bless you. Now we will have the English message. Our dear brother Anup will deliver the English message. Praise the Lord. Greetings to you all in the matchless name of God, Jesus Christ. Let me first wish you all a new year and a blessed new year, so that may you all be blessed in this coming year and stand strong on the faith what God has given to us. The topic which I took today is basically there are a couple of words which comes in the when we study the Bible. There are a couple of words which keeps repeating here and there, and sometimes we try to understand the actual meaning of it. They are, for me, they are knowledge, understanding, and wisdom. Though they all three sound similar, there is a clear distinction between them. For you to understand that, let me explain to you in an example. When you go for a driving test or a driving class, the instructor there gives you a theoretical understanding of it. You might drive the car for some time, you might practice it, but once you get the driving license, whatever you have learned or whatever instructions have been given to you is implemented in a place where there is no instructor sitting next to you. So if I have to explain the difference between a knowledge, understanding, and wisdom, this would be like this. Basically, wisdom is something where you are applying the principles of or the knowledge what you have learned. So we as Christians, we have immense amount of knowledge. We listen to a lot of sermons, we listen, we read Bible, we have our Sunday school teaching, we have pastors preaching. The social media is full of instructions and messages which gives us that information what God wants to give it to us. But what is wisdom then? Wisdom is little bit more than that. The instructions or the messages or the law or the word of God which has been proclaimed to us, when we use that on our day-to-day life, that is wisdom. And how do you use it is called wisdom. So we all know Solomon asked for wisdom and understanding before ruling when he became the king.
we know Ezra was given the wisdom that there clearly it says God's wisdom to choose the the magistrate and the lawyers there. Then we saw that Job, when he was questioned by his friends, he asked for God's wisdom, and many more examples in Bible where we see it. As a believer, God also wants us to be wise. What does the word of God say? You need to be wise like the serpent. And what it says, while being as harmless as dove. So you need to be wise. So if I say so, then that means we are all wise people and we have some level of wisdom. Now let me turn your attention to a verse in James chapter 3 verse 13. It says, "Who is wise and understanding among you? By his good conduct, let him show his works in the meekness of wisdom." See, we live in a world where, it's full of, I would say, highly wise people around us. It's a sea of information. Everybody has an opinion. Everybody has an answer. But God is asking, or through James is trying to ask us, who is wise and understanding among you? It was a question which came to me. So for that, I started reading the book of James. When you read, and I would encourage everyone to read this book, because in book of James is asking, or it is a set of series of tests for genuine living saving faith or us believers. From the chapter 1 till the end, there are some tests what James is putting forth. So if you look in the chapter 1, I'll give you a background of it, then we go into the main message. That is, in the chapter 1, he says that saving faith can be seen in how a person responds to trials and temptation. That's his first test. I would, as I said, I would encourage you all to read that and plug yourself in those scenarios what James is asking there. Then he says in the later half of the chapter 1, he says that true faith or genuine faith is can be seen in how a person responds to the word of God. So it says how you respond to the word of God is the next test what is written in the chapter 1. Now, if you move forward, if you go to the chapter 2, he says how a believer responds to a needy people. That's his next test. How do we respond to a needy people? And in the end of the chapter, James says basically saving faith is manifested in righteous works. Through righteous works, we manifest the faith or the purpose what God has called us upon. Then the third chapter, which is where we are going to talk about, the first half of the third chapter, it basically highlights on living faith or saving faith is revealed by the use of one of the organs of our body. And he was very specifically talking about tongue. So please, whenever you have time, please read through these chapters and you will find and you plug yourself, then we will be able to examine ourselves in the walk of this faith. So as I've said, in 3:13, as we read now, he's asking, now he's moving to a different area of test, which is where we all are called as the children of God, and we all have that wisdom bestowed on us. We have the knowledge, as we said before, we have the knowledge of the word. We know everything from the Bible. If a preacher takes a reference word, we know what the message is going to be. We are so equipped. But the point here, what James is asking through the word of God today is, who is wise and understanding among you? By his, the next question, the answer to is, by his good conduct, let him show his works in the meekness of his wisdom. So how do you show that we have the godly wisdom? If you read further down, I want to just read quickly. But if you have bitter jealousy and selfish ambition in your heart, do not boast and be false to the truth. This is not the wisdom that comes down from above, but is
earthly, unspiritual, demonic. For where jealousy and selfish ambition exist, there will be disorder and every vile practices. But the wisdom from above is pure, then peaceable, gentle, open to reason, full of mercy and good fruits, impartial and sincere. So what James is trying to do there is he's putting in two kinds of wisdom there. And to whom is he talking? He's not talking to a Gentile. He's talking to the 12 scribes. This letter is written to the 12 scribes. That is, who is following the law of God. So he's saying, among you, there is two kinds of wisdom. One is a godly wisdom. The other one is the earthly wisdom. And in the first word itself, he's saying how you can show, how you should be showing the godly wisdom. The godly wisdom, the first part of verse 13, it says, by his good behavior, or it says by his good conduct, or the lifestyle. That is, the person, when a child of God comes out into the open to his environment, the moment he comes out, he starts showing the wisdom of God. You don't need to talk. You don't need to do anything. You don't need to even express anything. The moment you come into the open, when the people see you, they find godly wisdom on you. So that means that's your lifestyle. So that's what James is saying in here. First thing, when you come out, that is your lifestyle, what is shown out, and that's where the wisdom, godly wisdom, has to be portrayed. So I will summarize that by saying what you are generally what you are is what shows if you have a godly wisdom or an earthly wisdom. The second part of that verse, it says, let him show his works. Let him show or demonstrate. What James is saying? Let him demonstrate it by his good behavior. Now you are out. You're not doing. First part we said what you are generally. The second part is what you are demonstrating now. What you do specifically, what you do. Earlier it was general. Now it is very much specific. And the third part, which it says, is your attitude. Let him show his works in the meekness of wisdom. What is meekness? What is meekness? Sometimes what we have seen in the worldly or scholars, or when we read about other scholars and philosophers, we find the more the wisdom, they are more puffed up. There is a lot of pride in them. The more they they try to portray that they are invincible. But what James is saying is, if somebody is puffed up or there is pride in them because of the wisdom, what they have, that's not godly wisdom. That's earthly wisdom, because there's only one way it can be portrayed, and that is through meekness. And what is meekness? It is a fruit of the Spirit, right? In Galatians 5, we see that meekness is one of the fruits of the Spirit. And if you read the Beatitudes in Matthew chapter 5, you will find, blessed are the meek, who will inherit the earth. So this is one of the qualities through which you can, or we have to show our godly wisdom to the others. So what I meant, or what I mean from this is, one, in a general form, when you are out, you as a student, you as a college goer, somewhere you're working, you're doing business, when you go in front of 10 people, they should find that wisdom to be a godly wisdom in a general form. That is your appearance in front of them. That is how you portray yourself in front of the people. The second part is what you do. That's more on the specific side of it. Your wisdom or godly wisdom is portrayed through what you do, specific what you do. Then the third one is just not general or specific. It is to the attitude through which you want to do it. Is it with a lot of pride you do it, or is it through humbleness or meekness what you do there? So let me ask and try to conclude this here. I know this is a very large subject to talk about, but in seeing the time in front of me, let me conclude it by saying, how do we show that we possess the godly wisdom, not the earthly wisdom? I'm not going into the signs of the earthly wisdom.
If you want to read, you can read that. It clearly says that have bitter jealousy, self-ambition, of everything what we portray is, for our selfish needs. These are not the wisdom which is from God, but it is the earthly wisdom. Let us today, as brothers and sisters, let's try to, distance us from the earthly wisdom what we possess, which our enemy is always trying to infuse in you. And let us try moving towards the heavenly wisdom, or the godly wisdom, which gives us the understanding between good and evil, which helps us to take care of our brothers and sisters, which brings us humility in us, humbleness in us. Though we might be wise, but God is expecting us to be humble there. So this will help us to understand our nature and God's truth. The most important thing, if we are having that godly wisdom, as the psalmist says, the fear of the Lord is the beginning of wisdom. In Proverbs, you will find wisdom is the most important thing. Daniel and his friends were bestowed with wisdom. That's where they were able to, I would say, not just available to sustain in a very arid situation. Today, brothers and sisters, my brother, my young ones, let me ask you, aren't we in a very arid situation? Aren't we in a difficult times? As we read, I just want to read one more verse in Ephesians chapter 4, verse 15. It says, look carefully then how you walk, not as unwise, but as wise. Wise, wisdom. This is what in Ephesians it says, making the best use of the time because the days are evil. Making the best use of time. Whatever we do, are we making the best of it to glorify God? Or is it we are wasting our time in unwanted discussions, unwanted talks, unwanted conspiracies? Or is it something what God wants us to stay away from it and build that wisdom, asking God, bless me, God, with that godly wisdom, so that I can be a good child of you. I can be a child who understands what is good and bad, and may people around me, when they see me, they see you through me. That should be our focus for 2021. And with this verse, I would like to thank you all. Continue praying for us. May God bless you all. Thank you, Brother Anu, for your inspiring and wonderful message. May God bless you.